നമസ്കാരം. ഓം നമോ നാരായണായ. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം 56-ാമത്തെ ശ്ലോകം. മ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം, 56-ാമത്തെ ശ്ലോകം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനർ എന്തോന്നു വാഗ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്മേലിലതുമെല്ലാം നനച്ചു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. 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 പുന ഇഹ മന്നിൽ വന്നു പിറന്നു തൊട്ട് വാക് മനസദേഹങ്ങൾ എന്തോന്നു ചെയ്തതും ഇനി മേലിൽ എന്തെന്നതുമെല്ലാം നനച്ച് ഹൃദി സന്തോഷമായി വരിക. ഭൂമിയിൽ ജനിച്ച അന്നു മുതൽ ഇന്നുവരെ വാക്കുകൊണ്ടും നാവുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതും ഭാവിയിൽ എന്തെല്ലാം ചെയ്യുമോ അതും വിചാരിച്ചു നോക്കുമ്പോൾ മനസ്സിന് സന്തോഷം തന്നെ ഉണ്ടാകണമെന്നാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ ചെയ്ത കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് ഓർമ്മിക്കാൻ പോലും സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും കായിക കർമ്മങ്ങളുമെല്ലാം കൂടിയാണ് അവൻ്റെ ജീവിത കർമ്മങ്ങൾ. അവയിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. പറയുന്നതും ചിന്തിക്കുന്നതും ശരീരം കൊണ്ട് ചെയ്യുന്നതുമായ കർമ്മങ്ങളെന്ന് പറയപ്പെട്ടിരിക്കുന്നത് ഒരുവൻ്റെ ആകെക്കൂടിയുള്ള കർമ്മങ്ങളെയാണ്. കഴിഞ്ഞ കാലത്തിലെ കർമ്മങ്ങൾ നമ്മുടെ അധീനത്തിലല്ല. അവയും നല്ലതായിരുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമാണ്. പക്ഷേ അവയെല്ലാം ഒന്നുപോലെ നല്ലതായിരിക്കണമെങ്കിൽ പൂർവജന്മകർമ്മം അതനുസരിച്ചതായിരിക്കണം. പൂർവജന്മകർമ്മവും നല്ലതായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. കഴിഞ്ഞ എല്ലാ ജന്മങ്ങളിലുമുള്ള കർമ്മങ്ങളും പരിശുദ്ധമായിരിക്കണമെന്നുള്ള അഭിലാഷത്തിലാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. മനുഷ്യജന്മം എടുത്ത അന്നു മുതൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതും ഇനി മേലിൽ ചെയ്യുന്നതുമായ കർമ്മങ്ങളെല്ലാം ധാർമ്മികമായി തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹം ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നു. ഭാവി കർമ്മം നമ്മുടെ അധീനത്തിലുള്ളതാകുന്നതുകൊണ്ട് അത് ധാർമ്മികമാക്കാൻ വിഷമമില്ല. ഭൗതികതയ്ക്കതീതനാകുന്ന ഒരാളിനെ സംബന്ധിച്ച് കർമ്മക്ഷയം വന്നുപോകും. അപ്പോൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മം ചെയ്യുന്നില്ല എന്ന അവസ്ഥയാണ് വന്നു ചേരുന്നതും. അപ്പോൾ കർമ്മങ്ങൾക്കെല്ലാം ഒരേ രൂപമേ ഉണ്ടാകുകയുള്ളൂ. നന്മ തിന്മകൾ വേർതിരിക്കപ്പെടുമ്പോഴാണ് കർമ്മങ്ങൾ തന്നെ ദ്വിവിധങ്ങളായ കർമ്മങ്ങളായി അറിയപ്പെടുന്നത്. യോഗ സാധന കൊണ്ട് യഥാർത്ഥ ജീവിത ദർശനം ലഭിച്ച ഒരാളിനെ സംബന്ധിച്ച് വിവിധങ്ങളായ കർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കർമ്മബന്ധം തന്നെ കാണുകയില്ല. അങ്ങനെ കർമ്മങ്ങൾ തന്നെ അയാളെ സംബന്ധിച്ച് അറ്റുപോയിരിക്കും. അപ്പോൾ
കഴിഞ്ഞ കാലങ്ങളിലെ കർമ്മവും മേലിൽ ചെയ്യുന്ന കർമ്മങ്ങളുമൊക്കെ ഓർത്താൽ സന്തോഷമല്ലാതെ മറ്റൊന്നിനും അവകാശമുണ്ടാകുകയില്ല. ആത്മാരാമനായി തീർന്ന സമന്വയ ദർശനം നേടാൻ സാധിക്കുമെന്നുള്ള ധ്വനിയാണ് ഇവിടെ വെളിവായി കാണുന്നത്. 56-ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനർ എന്തോന്നു വാഗ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്മേലിലതുമെല്ലാം നനച്ചു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.